എൻ്റെ പേര് നമിത. ആദ്യമായിട്ട് ഈ കൃപാസന അൾത്താരയിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം അനുവദിച്ചു തന്ന മാതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ അൾത്താരയിൽ എൻ്റെ മോളെയും ഹസ്ബൻഡിനെയും കൂട്ടി വന്നൊരു സാക്ഷ്യം പറയണമെന്ന്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഖത്തറിലാണ്. ഹസ്ബൻഡ് ഖത്തറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സ്ഥലം മാറി സൗദിയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ 2020 ആദ്യമായിട്ട് കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത്. അന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് 2020 കോവിഡൊക്കെ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഞാൻ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹമദിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്ററായിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ഇടിക്കുന്ന പോലെ തോന്നും, ഒരു ശ്വാസം മുട്ട് പോലെ തോന്നും. അപ്പോൾ ആ കോവിഡിൻ്റെ സമയപ്പോൾ എല്ലാവരും പറഞ്ഞു ടെൻഷൻ കാരണമാണ്, നമുക്ക് എപ്പോഴും ഹെക്ടിക് വർക്ക് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല. അവിടെ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കാർഡിയോളജീനെ കാണിച്ചു. അപ്പോൾ അവർ ചോദിച്ചു എന്താ വരാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബീറ്റ് ശരിയല്ല എന്ന്. അങ്ങനെ അവർ എക്കോ ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു റൈറ്റ് സൈഡ് റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി, കനം വെക്കുന്നതാണ് എന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്നു. ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. ഞാനും അമ്മയും എൻ്റെ ഫാദറും എല്ലാവരും ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിന്നെ മാതാവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് പരിപൂർണമായിട്ട് വിശ്വസിച്ചു. ഞാൻ പിന്നെ ഡോക്ടറുടെ അടുത്തൊന്നും പോയിട്ടില്ല. എനിക്ക് അന്ന് തൊട്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ശ്വാസം മുട്ടോ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണമെന്നാണ്. അപ്പോൾ 2022 മുതൽ ഈ 25 ദിവസം വരെ എനിക്ക് ദൈവം എന്നെ നടത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർജറി കഴിഞ്ഞു. അപ്പോഴും ദൈവം എന്നെ നടത്തിച്ചു. എനിക്ക് ഒരു അപകടവും വരുത്താതെ എൻ്റെ ജീവനെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിച്ചു. അന്ന് തൊട്ട് ഈ ദിവസം വരെ ഞാൻ ഉടമ്പടിയിലാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ പറ്റി. ആദ്യമൊക്കെ എനിക്ക് ജോസഫ് അച്ഛൻ പറയുന്നതൊന്നും മനസ്സിലായാലായിരുന്നു. പിന്നെ ഒരു ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല. കഴിവതും ഞാൻ കൂടും. ഇടയ്ക്കൊക്കെ എല്ലാവർക്കും പറ്റുന്നതുപോലെ എനിക്കും പറ്റാറുണ്ട്. ഞാൻ 4 തവണ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി. ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഉടമ്പടിയിൽ ജീവിക്കും. അതെൻ്റെ ഒരു എന്താ പറയുക ഒരു അനുഗ്രഹമാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ 4 വർഷം 2022 മുതൽ ഈ വർഷം ഈ നാൾ വരെ അമ്മ മാതാവ് എപ്പോഴും എനിക്ക് വേണ്ടി ഇതുവരെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ എല്ലാ ഇതിലും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ എൻ്റെ മോൾക്ക് അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹം പറയാൻ വേണ്ടിയിട്ടാണ്. അവൾ 10ാം ക്ലാസ്സിൽ ഖത്തറിലാണ് പഠിച്ചത്. അത്യാവശ്യം പഠിക്കുമായിരുന്നു. പക്ഷെ പരീക്ഷയോടൊക്കെ അടുപ്പിച്ചപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി. മാർക്ക് വിചാരിച്ച പോലെ കിട്ടുന്നില്ല, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ ടെൻഷൻ കൂടുമ്പോഴത്തേക്ക് അവൾക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാനും പറ്റില്ല. അപ്പോൾ പ്രീ ബോർഡിനൊന്നും നല്ല മാർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നമുക്ക് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്നും രാവിലെ പ്രാർത്ഥിക്കും. ഞാനും ഹസ്ബൻഡും പിള്ളേരും എല്ലാം ഒന്നിച്ചാണ് പ്രാർത്ഥിക്കാറ്. വൈകുന്നേരം പ്രാർത്ഥിക്കും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലം, പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലും. ഉടമ്പടി തൈലം നെറ്റിയിൽ പെരട്ടും. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. കാശുരൂപം കൊടുത്തു വിടും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ കാശുരൂപത്തെ മുറുക്കെ പിടിച്ചിട്ട് നീ വിശ്വാസ പ്രമാണം ചെല്ല്, നിൻ്റെ ടെൻഷനൊക്കെ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ഖത്തറിൽ തന്നെ 1ാം റാങ്കോടുകൂടി, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല 1ാം റാങ്ക് ഒന്നും കിട്ടുന്നത്. അങ്ങനെയുള്ള പഠിക്കും എന്നല്ലാതെ 1ാം റാങ്കിനൊന്നും ഉള്ള കഴിവുള്ള അങ്ങനെ ഞങ്ങൾ വിചാരിക്കാത്തതാണ്. അങ്ങനെ ദൈവം 1ാം റാങ്ക് തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് നടന്നു. അത് കഴിഞ്ഞ് അവളെ ഇവിടെ നാട്ടിൽ കൊണ്ട് ചേർത്തു എൻട്രൻസിന്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഗൾഫിൽ വളർന്ന കുട്ടിയാണ്. ഇവിടെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ട്, ടെൻഷൻ, പ്രഷർ. അങ്ങനെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവർക്ക് സഹായത്തിന് വേണ്ടി ഞാനും നാട്ടിലോട്ട് വന്നു. ഹസ്ബൻഡ് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ 11ാം ക്ലാസ്സും എൻട്രൻസിന് പഠിക്കുന്ന പിള്ളേർക്കറിയാം അതിൻ്റെ ഒരു ടെൻഷൻ. പ്രത്യേകിച്ചും
പെൺകുട്ടികളാകുമ്പോഴത്തേക്കും അവർക്ക് പല പല ബുദ്ധിമുട്ടുകളാണ്. പലപ്പോഴും തളർന്നു പോകുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനപ്പോൾ മാതാവിനെ വിളിച്ച് കരഞ്ഞു പറയും, എനിക്ക് വേറെ ആരുമില്ല മാതാവേ, എങ്ങനെയെങ്കിലും ഒന്ന് ഇവക്കൊരു ആത്മവിശ്വാസം കൊടുക്കണം. ഒട്ടും ആത്മവിശ്വാസം ഇല്ലായിരുന്നു. അങ്ങനെ 12ാം ക്ലാസ്സിൽ JEE മെയിൻ്റെ എക്സാം വന്നു. JEE മെയിൻ്റെ എക്സാം വന്നപ്പോൾ മോഡൽ എക്സാമിനൊന്നും മാർക്കില്ല. അപ്പോൾ പറയും, അപ്പോൾ ഇവക്ക് ദേഷ്യം വരും, സങ്കടം വരും, കരയും, ചിലപ്പോൾ ദേഷ്യപ്പെടും. അപ്പോഴൊക്കെ ഞാൻ പറയും, ജോസഫ് അച്ഛൻ്റെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിലാണ്, നീ അങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് മെറിറ്റില്ല, അമ്മ മാതാവ് സഹായിച്ചേ പറ്റുള്ളൂ. അങ്ങനെ JEE മെയിൻ എക്സാം വന്നു, എഴുതി, ഭയങ്കര ഡെസ്പായി, പറഞ്ഞു മാർക്കൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല. അങ്ങനെ റിസൾട്ട് വന്നു. 99.69% നല്ലൊരു റാങ്ക്, ഓൾ ഇന്ത്യയിൽ 4000 അടുപ്പിച്ച് റാങ്ക് കിട്ടി. അങ്ങനെ JEE അഡ്വാൻസിന് ക്വാളിഫൈ ചെയ്യുക. അപ്പോൾ ഇവളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടില്ലായിരുന്നു. അതിന് CBSEയുടെ 12ാം ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യില്ല, എൻട്രൻസ്. അപ്പോൾ അതിന് വേറെ സബ്ജക്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ 12ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് 75% അതിന് മാർക്ക് വേണം, എന്നാലേ JEE എന്ത് കിട്ടിയിട്ടും കാര്യമുള്ളൂ, കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ പരീക്ഷയുടെ പോകുന്നതിൻ്റെ തലേദിവസം പറഞ്ഞു, ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല, എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞു, പ്രതീക്ഷകളും നമുക്കല്ല, നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ മോൾക്ക് കാശ് രൂപം കൊടുത്തു വിട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ ജോസഫ് അച്ഛൻ്റെ പരീക്ഷയ്ക്ക് പോകുന്ന അന്ന് അച്ഛൻ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതെന്നും കൂടി അങ്ങനെയാണ് ഇവിടെ പരീക്ഷയ്ക്ക് പോയത്. പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടും പറഞ്ഞു, എൻ്റെ കുറേ തെറ്റിയെന്നാണ് തോന്നുന്നത്, നിങ്ങൾ വലിയ പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത്, മാർക്കൊന്നും നല്ലത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാൻ B വേണം. JEE മെയിൻ്റെ റാങ്ക് വെച്ചിട്ട് NITയിലൊന്നും കിട്ടുക 75% കിട്ടുമെന്ന് ഉറപ്പില്ല, നീ പ്രൈവറ്റിലും കൂടെ അപ്ലൈ ചെയ്തോന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോഴും എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു, എൻ്റെ മാതാവ് അനുഗ്രഹിക്കും, മാതാവ് കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും വരില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഞാൻ ഇവളോട് പറഞ്ഞു, അത് നീ പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്ക്, എന്നിട്ട് നീ വന്നിട്ട് റിസൾട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇവളും കൂടെ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ ഇവൾ റിസൾട്ട് നോക്കിയപ്പം ഞങ്ങൾക്ക് തന്നെ, നമ്മൾ വിചാരിച്ചത് കഷ്ടിമുഷ്ടി ഒരു 70% കിട്ടും എന്നായിരുന്നു വിചാരിച്ചത്. 500-ൽ 497 മാർക്ക്. ഇവൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു, പിന്നെ കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മ ഇതെൻ്റെ മാർക്കല്ല, ഇത്ര ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 3 ആണ്, ഇതെൻ്റെ മാർക്കല്ല അമ്മ, മാറിപ്പോയി. ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച മാതാവ് തരാത്തത് ഒന്നുമില്ല. ഞാനിപ്പോഴും വിചാരിക്കുന്നു, എൻ്റെ മാതാവ് കൊടുത്ത മാർക്കാണ്. ഒരിക്കലും ഇവൾ അത്രയും ടെൻഷൻ അടിച്ച് ഒരു കോൺഫിഡൻസും ഇല്ലാതെ എഴുതിയ പരീക്ഷയാണ്. ഇവൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ മെഴുകുതിരി കത്തിച്ച് വെക്കും വീട്ടിൽ. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോവും. ഞങ്ങളുടെ അവിടെ ഒരു കാശ് രൂപമൊക്കെ കൊടുത്തു വിടും, നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടി വിടും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇപ്പം പ്രായം ഇതായതുകൊണ്ട് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മേനോട് പറയും, അമ്മ മെഴുകുതിരി കത്തിച്ച് വെക്കണം എന്ന്. ഞങ്ങളുടെ അവിടെ ഒരു നിത്യാരാധന പള്ളിയുണ്ട്, അവിടെ പോയിരുന്നു ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഇത്രേ പ്രാർത്ഥിക്കുള്ളൂ, മെറിറ്റില്ല, മാതാവ് സഹായിക്കണം. ജോസഫ് അച്ഛൻ അങ്ങനെയാണ് പറയുന്നത്, നമുക്ക് മെറിറ്റില്ല, മാതാവ് സഹായിക്കണം, സഹായിച്ചേ പറ്റുള്ളൂ, എനിക്ക് വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നതാണ്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുമുണ്ട്. ഒരു ജോലി ഗവൺമെൻറ്റിലൊരു ഗൾഫിലൊക്കെ ഒരു ജോലി കിട്ടിയിട്ട് അത് ആരും അങ്ങനെ കളഞ്ഞിട്ടൊന്നും വരികയില്ല. അപ്പോൾ ഞാനതൊക്കെ അത്ര റിസ്ക് എടുത്ത് വന്ന് നിൽക്കുന്നതാണ്. എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, മാതാവ് സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് 500-ൽ 497 മാർക്ക്, അതായത് ഓൾ ഇന്ത്യ റാങ്ക് 3 ആണ് തന്ന ദൈവം. അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് JEE അഡ്വാൻസിൻ്റെ എക്സാം വന്നു. അതും ഇതുപോലെ തന്നെ. ഇവക്ക് ടെൻഷൻ കയറി കഴിഞ്ഞാൽ ഒരു പെർഫോമൻസും ഇല്ല. ഒരിക്കലും 100 മാർക്കിൽ കൂടുതൽ ഇവക്ക് കിട്ടാറില്ല മോഡൽ എക്സാമിന്, എപ്പോഴും കുറവാണ്. അപ്പം ഹസ്ബൻഡ് പറയും, ഞാനും ഒക്കെ പറയും, മോളും നന്നായി പ്രാർത്ഥിക്കും. അവൾക്ക് ആദ്യമുള്ള ഓരോ ദിവസം കൂടുമ്പോൾ അവളുടെ വിശ്വാസവും കൂടി വന്നു. എക്സാമിൻ്റെ അന്ന് ശരിക്കും ഈ കാശ് രൂപം നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും നീറ്റ് എക്സാമിൻ്റെ പോലെ തന്നെയാണ്, കൊടുത്തു വിടാനൊന്നും പറ്റില്ല. അത് കൈ പിടിക്കാനോ, ഇപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ പോകുമ്പോൾ പൗച്ചിൽ കൊടുത്തു വിടുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും മാതാവിൻ്റെ കാശ് രൂപമൊക്കെ കൊടുത്തു വിടണം. അങ്ങനെ ഞാനൊരു പോക്കറ്റുള്ളൊരു ഡ്രസ്സ് വാങ്ങിയിട്ട്, ഇത് പ്ലാസ്റ്റിക് ആണല്ലോ, അത് പോക്കറ്റിലിട്ടു, നല്ലപോലെ തുണി കവർ ചെയ്ത് പോക്കറ്റിലിട്ടിട്ട് ഞാനൊരു ടൈലറോട് പറഞ്ഞു, ആ പോക്കറ്റ് അങ്ങ് സ്റ്റിച്ച് ചെയ്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഈ ഡ്രസ്സ് ഇട്ട് പോയാൽ മതി, അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ
പോകുമ്പം ആ ഇടയ്ക്ക് ഞാൻ ജോസഫച്ചൻ്റെ വചനം കേട്ടപ്പം ജോസഫച്ചൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്: ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേ. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ നിനക്ക് എക്സാമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പം നീ ഈ 3 പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേ, ഈശോയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ, ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. ഇത് 3 നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിനക്ക് മാതാവും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആസ് യൂഷ്വൽ പരീക്ഷ കഴിഞ്ഞ് ഇവൾ വന്നു. ഇവൾ ഭയങ്കര ഡെസ്പായിരുന്നു. എനിക്ക് റാങ്കൊന്നും കിട്ടത്തൊന്നുമില്ല, അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, നിനക്ക് ഓൾറെഡി മെയിൻ ക്വാളിഫൈഡ് ആണ്, നിനക്ക് NIT എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഇവളുടെ സ്വപ്നമാണ് IIT എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് മെയ് 18-നായിരുന്നു അഡ്വാൻസിൻ്റെ എക്സാം. ഇന്നാണ് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് ആ റിസൾട്ട് നോക്കാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നതാണ് കോഴിക്കോട് നിന്ന്. ഞങ്ങൾ റിസൾട്ട് നോക്കി 7000-നടുത്ത് അവൾക്ക് റാങ്ക് ഉണ്ട്. അവൾ വിചാരിച്ച ഏതെങ്കിലും ഒരു IIT അമ്മ മാതാവ് അവൾ വിചാരിച്ച ബ്രാഞ്ച് തന്നെ കൊടുക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പാടുള്ള 2ാമത്തെ പരീക്ഷയാണ്. ഒരു കഴിവില്ല എന്ന് പറഞ്ഞാൽ അവളുടെ പഠിക്കുന്നൊരു കഴിവുണ്ട്, അങ്ങനെ ഉഴപ്പത്തൊന്നുമില്ല, അങ്ങനെ ചെയ്തോളും. പക്ഷെ അത് മാത്രം പോരല്ലോ, പല ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട്. അതൊന്നും എൻ്റെ മോക്കില്ല. അതെല്ലാം തന്നത് അമ്മ മാതാവാണ്. ഞാൻ ആദ്യം ഇതും കൂടെ അച്ഛൻ എന്നോട് നീട്ടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൃപാസനത്തിന് ആദ്യം വന്നപ്പോൾ ആദ്യം എനിക്ക് വലിയ ഇതില്ലായിരുന്നു, എന്തിനാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്, അവിടെ മാതാവില്ലേ. ഞാനൊരു ദൈവവിശ്വാസിയാണ് തികഞ്ഞ. പണ്ട് തൊട്ടേ പള്ളിയിൽ പോവും, മാതാവ് എന്നോട് പ്രാർത്ഥിക്കും. പക്ഷേ കൃപാസനത്തിൽ വരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ അമ്മയാണ്, ആൻറ്റിയാണ് എനിക്ക് തന്നിട്ട് നീ ഒന്ന് പോ നമി എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ്. അപ്പോൾ ഞാനിത് തിരിച്ച് ചെന്ന് എൻ്റെ കുറേ കസിൻസിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് ഞാൻ സാക്ഷ്യം പറയും, അത് നിങ്ങൾ കേൾക്കും, അപ്പോൾ നിങ്ങൾ മാതാവിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാനീ പറയുന്ന സാക്ഷ്യം എൻ്റെ കുറേ കസിൻസ് കേൾക്കുന്നുണ്ടാവും, അവർക്കും ഒരു അനുഭവം വരും, അവരും അമ്മ മാതാവിൽ വിശ്വസിക്കും. എനിക്ക് ഇത്രയും നാളും ഈ നിമിഷം വരെ എന്നെ കരുതലോടെ കാത്ത ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും മാതാവിനോട് പറയും, മാതാവേ ഞാനിത് ചെയ്യാൻ പോവാ, എന്നെ ഒന്ന് താങ്ങണേന്ന് പറയും. ഇതുവരെ എനിക്ക് ഒരു മുടക്കും വരാതെ എന്നെ കാത്തുരക്ഷിച്ച അമ്മ മാതാവിന് എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലിങ്ങനെ, ഞങ്ങൾ ഗൾഫിലായിരുന്നു. അവിടെ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ പരിമിതികളുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ പത്രം കൊടുക്കും. പിന്നെ ഉടമ്പടിയിൽ പറയുന്ന ഒരു കാര്യവും ഞാൻ ലംഘിച്ചിട്ടില്ല. എനിക്ക് കുറേ പേരോട് ഇങ്ങനെ വെറുപ്പല്ല, ദേഷ്യം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്വാഭാവികമാണല്ലോ, മാനസികമായ എല്ലാത്തരം പ്രശ്നങ്ങളുള്ള ആളാണ്. പക്ഷെ അതൊക്കെ ഞാൻ പുറത്ത് അവരെയൊക്കെ സ്നേഹിച്ചു, അവരോടൊക്കെ ക്ഷമിച്ചു. അതിൻ്റെ അനുഗ്രഹം എനിക്കറിയില്ല. എന്നെ മാതാവ് ഒരുപാട് നന്മകൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അമ്മ മാതാവിന് 1000 നന്ദി. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് പോകുന്നത്. എനിക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും, പക്ഷേ അത് കുറേ ടൈം എടുത്തൊക്കെയാണ് കണ്ടുപിടിക്കുക. പക്ഷേ അമ്മ പറഞ്ഞു മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കണമെന്ന്. എല്ലാ ദിവസവും ഞാൻ അമ്മേൻ്റെ കൂടെ വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കും. പരീക്ഷ പോകുന്ന അമ്മ കാർഷികരൂപം തരും. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടൊക്കെ വന്നാൽ ഞാനത് മുറുക്കെ പിടിക്കും. അപ്പോൾ എനിക്ക് മോർ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ പരീക്ഷയ്ക്കും പോയത്. മെയിൻ്റെ പരീക്ഷയ്ക്ക് ഒട്ടും റിസൾട്ട് കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും നല്ല റിസൾട്ട് തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത്.